മാങ്കൂട്ടത്തിനോട് എനിക്ക് ഒരു താല്പര്യവും അയാളുടെ ഈ സ്ത്രീകൾ ഒക്കെ വന്ന് ഇതിൽ പറയുന്ന കാര്യത്തിൽ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. ഇയാൾ ചെയ്ത കുറ്റങ്ങളെ അത് തെളിയിപ്പിക്കപ്പെടുകയും അതിനെതിരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് വേറൊരാൾക്ക് ചെയ്യാൻ വളരെ ധൈര്യമുണ്ട്. സ്ത്രീകളോട് അപമാനകരമായിട്ട് പെരുമാറുന്ന ആൾക്കാർ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ മോശമാണ്. കാരണം ഇയാളത് നാളെ ആവർത്തിക്കും. മാങ്കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും ശിക്ഷിച്ചത് കൊണ്ട് ചെയ്ത കാര്യം ഇല്ലാണ്ടാവില്ല. സ്ത്രീകളെ ഉപദ്രവിച്ച ഒരാൾക്ക് ഇവിടെ അവരെ അംഗീകരിക്കാൻ പറ്റില്ല. ജ്യോതി മാം, കുറേ കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും നിറഞ്ഞു നിന്നിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. പുള്ളിയുടെ കേസ് മാമിന് അറിയാമല്ലോ എന്തായിരുന്നു എന്നുള്ളത്, മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാ മാം ശരിക്കും നോക്കി കണ്ടത്? ഒരുപാട് ഒരു പെട്ടെന്നൊരു സമയം എത്തിയപ്പോഴത്തേക്കും ഒരു വിഗ്രഹമൊക്കെ ഉടഞ്ഞു പോകുന്നൊരു സ്ഥിതിയിലേക്ക് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് ഇത് പറയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതൊന്നും അപ്പം നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു കോവിഡ് കാലയളവിലൊക്കെ നടന്നിട്ടുള്ള ചെറിയ കുതിസ്ത പരിപാടികളായിരുന്നു ഈ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വന്ന് കടന്നാക്രമിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നത്? ഇത് സ്ത്രീകളെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നില്ലേ? ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയം എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു കാര്യത്തിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഒന്ന് സ്ത്രീകളെ ഉപദ്രവിച്ച ഒരാൾക്ക് ഇവിടെ എന്താ പറയണേ, അവർക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരു പ്രാവശ്യം ഒരാളെ അല്ല ഉപദ്രവിച്ചത്, പല ആളുകളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ ധാർഷ്ട്യമുണ്ട്. എന്നിട്ടും അത് തെറ്റാണെന്നുള്ളൊരു ബോധമില്ല, അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, ഈ ഒരു കേസിൽ ഈ ഉപദ്രവിച്ചതിൻ്റെ അപ്പുറത്തേക്കും കൂടുതലും ഒരു പ്രണയങ്ങളിലേക്ക് പോകുന്നു. പ്രണയങ്ങളുടെ അപ്പുറത്തേക്ക് ഇവർ തമ്മിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. ഇതിനകത്തിൽ കൂടുതൽ പെൺകുട്ടികളുടെ കേസും അത് തന്നെയായിരുന്നു. ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, തിരിച്ചിങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് നിരന്തരമായിട്ട് മെസ്സേജ് ചെയ്ത് ശല്യപ്പെടുത്തിയ ആ ഒരു തലങ്ങളിലേക്ക് 1-2 ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ല, ഞാൻ അതായത് ഒരാളാണെങ്കിൽ പോലും ഈ അരുത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇപ്പോൾ യെസ് ഉള്ളത് നാളെ നോ ആവാം. അതിനെ സ്വീകരിക്കാനുള്ള ഒരു റെസ്പെക്റ്റ് വേണം എപ്പോഴും. ഇന്നലെ എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു, നിങ്ങളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, പക്ഷേ അതുകൊണ്ട് എല്ലാ ദിവസവും വന്നോളണമെന്നില്ല. എനിക്ക് നോ പറയുമ്പോൾ നോ പറയാനുള്ളൊരു റൈറ്റ് ഉണ്ട്. പിന്നെ എല്ലാ കേസിലും അങ്ങനെയല്ല, പലതും പല രീതിയിലാണ് വരുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു അധികാരത്തിലുള്ള ഒരാളാണ്. അത് പാർട്ടിയുടെ ആണെങ്കിലും പാർട്ടിയുടെ ലെവലിലാണെങ്കിലും ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അധികാരത്തിലുള്ള ആളുകൾ എപ്പോഴും കുറേ കൂടി മര്യാദയും മാന്യതയും കുറേ കൂടി എന്നുള്ളതല്ല, അത് പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ മെസ്സേജ് ഇങ്ങനെ അയക്കുക എന്ന് പറയുന്നത് എല്ലാ ആളുകളോടും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? ഒന്നാമത്തെ ഇതിനകത്തിൽ അവർ പ്രതിരോധിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് പ്രതിരോധിക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഈ പറയുന്ന രീതിയിൽ അധികാരം കിട്ടിയതിന് ശേഷമായിരുന്നില്ല ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു 2024 പാലക്കാട് ബൈ ഇലക്ഷനാണ് പുള്ളിക്കാരൻ മത്സരിക്കുന്നത്, നല്ലൊരു പദവിയിലേക്ക് എത്തുന്നതും. അപ്പോൾ ഇതിനു മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ആ സമയത്തായിരുന്നു ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് പുള്ളിക്കാരന് അഫയറുകൾ ഉണ്ടായിരുന്നതും ഈ പറയുന്ന മെസ്സേജുകളൊക്കെ തമ്മിൽ അയച്ചിട്ടുള്ളതും അന്ന് പുള്ളി സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഇത് വളരെ ഇതിനോടുള്ള നമ്മളൊരു ഔട്ട്സൈഡർ നിലപാട് എടുക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ, ഒരു വശത്ത് ഇയാൾ ചെയ്ത വൃത്തികേടുകൾ മോശം, അയാളെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇത് ചെയ്യാന്ന് പറയാം. മറ്റൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഇത് ചുറ്റിലും ഈ പറയുന്ന ആളുകളടക്കം ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെ പലപ്പോഴും ഇതിനെതിരെ വരുന്നത്. ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇത്തരം പ്രശ്നങ്ങളെ ഉപയോഗിക്കപ്പെടുത്തുന്നത് എന്നുള്ളത് അത് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കിത് രണ്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് സ്ത്രീകളോട് ആദ്യം തന്നെ കാണുന്ന ആൾക്കാരോട് മുഴുവൻ മെസ്സേജ് അയക്കേ, എന്തൊക്കെയാണ് എനിക്കറിയില്ല. ഞാൻ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ എനിക്കറിയാൻ പാടില്ല. കാരണം കോടതിയിൽ വലിയ കാര്യമായിട്ട് ഇതൊന്നും വന്നിട്ടില്ല, കേസുകളൊന്നും വന്നിട്ടില്ല. പുള്ളിക്കാരന്റെ പേരിൽ ഡയറക്റ്റ് പോയി ഒരു പെറ്റീഷൻ വരുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ മീഡിയയില് പല ആൾക്കാരും വന്ന് പറഞ്ഞു. അത് മോശമാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ രീതിയിൽ സ്ത്രീകളോട് അപമാനകരമായിട്ട് പെരുമാറുന്ന ആൾക്കാർ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ മോശമാണ്. കാരണം ഇയാളത് നാളെ ആവർത്തിക്കും.
മാത്രമല്ല ഇപ്പോൾ ഇത് ചെയ്തത് ഇതാണ്, അയാളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞൊരു എന്താ പറയണേ, പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല എന്നുള്ളത് അങ്ങോട്ട് എല്ലാം 100% വിയോജിപ്പാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ സ്ത്രീ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ ഒരാളുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ ക്രിമിനൽ കേസോ എൻ്റെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനമല്ല. ഇത് പലപ്പോഴും ഇത്തരം കേസുകൾ കേരളത്തിൽ മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിലല്ല പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകളെ മുമ്പിൽ നിർത്തിയിട്ട് കളിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ചിലർ സ്വയം വന്നതായിരിക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മറക്കാൻ പാടില്ല, പല ഘടകങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, നമ്മളിങ്ങനെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും നിങ്ങളിത് പറയുന്നത്, അപ്പോഴായിരിക്കും എൻ്റെ ദേഷ്യം മുഴുവൻ പുറപ്പെട്ട് അങ്ങോട്ട് വരുന്നത്. ആദ്യം പറയാൻ എനിക്ക് ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പല കാരണങ്ങളായിരിക്കാം. പക്ഷെ ഒരാൾ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ധൈര്യം കിട്ടും. പ്രത്യേകിച്ച് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പലപ്പോഴും ഈ സ്ത്രീകൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ പുറത്ത് അപമാനിക്കപ്പെടും. പിന്നെ വീട്ടിൽ പ്രശ്നമുണ്ടാവും, വീട്ടിൽ ഭർത്താവിൻ്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ വീട്ടിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇതും പറഞ്ഞ് അടി കൊടുക്കണം ഭർത്താക്കന്മാരോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് അപമാനിക്കാൻ ആൾക്കാരുണ്ടോ. കുട്ടികൾക്ക് ഇതിൻ്റെ പ്രശ്നമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി അത് യഥാർത്ഥത്തിൽ പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ സമൂഹം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ സ്ത്രീക്ക് പലതരത്തിലുള്ള പ്രഷറുകൾ വരുന്നുണ്ട്, സമ്മർദ്ദങ്ങളും ഇതുകളും വരുന്നുണ്ട്. മറ്റേ ഇത് കഴിഞ്ഞ് എന്താ പറയണേ, വളരെ ഒരു സ്വാഭാവികമായിട്ട് പിന്നെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാലത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ ഈ 1-2 സ്ത്രീകൾ അവരാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് ശ്രീലങ്കയിലേക്ക് മറ്റും ഇവർ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോദിച്ചിട്ടായിരുന്നു പുള്ളി മെസ്സേജ് ചെയ്തത്, എങ്ങനെയാണോ പോയത് ഡീറ്റെയിൽസ്. ഇവർക്കൊരു എന്തോ ഒരു നെഗറ്റീവ് അടിച്ച സമയത്ത് പുള്ളിക്കാരത്തി റിപ്ലൈ കൊടുത്തില്ല. അതിന് ശേഷം പുള്ളിയും കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് അവിടെ ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് അവർക്ക് പുള്ളിയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടൊരു വികാരം ഉണ്ടായതിൻ്റെ പുറത്തല്ല, ഈ ഒരു ന്യൂസസ് വരുന്ന സമയത്ത് ഇവർക്കുണ്ടായ ഒരു അനുഭവം അവർ പങ്കുവച്ചായിരുന്നു. അപ്പോൾ ഇതിൽ 1-2 മിക്ക സ്ത്രീകളും ഇത്തരത്തിലാണ് പറഞ്ഞത്. പുള്ളി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കൊരു നെഗറ്റീവ് തോന്നി പോയി. അത് ഇയാൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവരും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാക്കി 1-2-3 കേസുകൾ എടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ആ ഒരു സമയത്ത് ഓക്കെ ആയിരുന്നു. പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണ് പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ പ്രത്യേകിച്ച് കോൺടാക്റ്റുകളോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരുന്ന സമയത്താണ് വീണ്ടും ഇങ്ങനെ ഒരു അലിഗേഷൻസ് പുറപ്പെട്ട് വരുന്നത്. അതും ഒരു അലിഗേഷൻ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഒരു കാര്യം ഈ അമ്മ പറഞ്ഞ പോലെ ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ് വന്ന് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അങ്ങനെ പുറത്തു വന്നതാണെന്ന്. പക്ഷേ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൂട്ടം അലിഗേഷൻസ് 1-2 ദിവസം കൊണ്ട് ഒരുമിച്ച് അല്ല അലിഗേഷൻസ് ഒന്നിച്ച് വരുന്നത് ഇത് ഞാൻ പറഞ്ഞ ഇതിലിപ്പോൾ ന്യായീകരിക്കാൻ എനിക്ക് ആരെയും ന്യായീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ സ്ത്രീകളെ ഉപദ്രവിക്കരുത് എന്നുള്ള ന്യായീകരണം എനിക്കുണ്ട്. ആ കൂടെ എൻ്റെ എയിം അത് മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ എന്നുള്ളതല്ല, ഒരാൾ വേറൊരാൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകൾ അധികാരവും ഇതും കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് അവരെ ആണ് കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് നിന്നിട്ട് പിന്നീട് ഒരു സമയത്ത് അല്ല, പരസ്പര സമ്മതത്തോട് പിന്നീട് ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അത് ഇപ്പം എല്ലാ കേസും ഒരുപോലെയല്ല. ഇത് കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരേപോലെ നിന്നിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് താല്പര്യമില്ല എന്ന് തോന്നി രണ്ടുപേരും ഒന്നിച്ച് പിരിയുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുമ്പോഴും വീണ്ടും ആവർത്തിച്ചാൽ നമുക്ക് അസ്വസ്ഥതയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ ചെയ്തത്, ബെനിഫിഷ്യറി റിലേഷൻസ് ആണോ എന്ന് നമുക്കറിയില്ല. പല റിലേഷൻസിൻ്റെ അങ്ങനെയുണ്ട്. ഒരു ബെനിഫിഷ്യറി എന്തെങ്കിലും എനിക്കിപ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന ബെനിഫിഷ്യറി അതെപ്പോൾ നിന്ന് പോകണോ അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവാം, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവാം. ഇതല്ലാതെ തന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ നോ പറഞ്ഞാൽ അപ്പം നോ എടുക്കാൻ പറ്റണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കാം. പിന്നെ ആദ്യം തന്നെ ഈ ഒരു എന്താ പറയണ താല്പര്യമില്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ചില റിലേഷൻസ് ഉണ്ട്. നോ പറയാനും പറ്റൂല, ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂല. എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല, പക്ഷേ എനിക്ക് അയാളോട് നോ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടോ അത് ചിലപ്പോൾ അയാളുടെ ബെനിഫിറ്റ്സ് ഉപയോഗിക്കണോണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സമൂഹം അറിയുന്നു വിചാരിച്ചിട്ടായിരിക്കാം, അത് പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ ഞാൻ വല്ലാത്തൊരു സഫറിങ് ആണിത്. ഇഷ്ടമില്ലാത്ത കാര്യത്തിന് സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സാധനമാണ് ബന്ധങ്ങൾ, സൗഹൃദം അല്ല. അപ്പം ഇത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സാധനമാണ്. നമ്മളിങ്ങനെ യെസ് ഓർ നോ പറയണ പോലെ നമുക്ക് പറയാൻ പറ്റില്ല.
ഒറ്റ കാര്യം എനിക്കുള്ളൂ, സ്ത്രീകളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള നിയമങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ശരിക്കും അത് ശരിയല്ല. യഥാർത്ഥത്തില് പ്രശ്നം മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലല്ല ഞാൻ അനുഭവിക്കുന്ന പറയുന്നത്. മാങ്കൂട്ടത്തിനോട് എനിക്ക് ഒരു താല്പര്യവും അയാളുടെ ഈ സ്ത്രീകൾ ഒക്കെ വന്ന് ഇതിൽ പറയുന്ന കാര്യത്തിൽ എനിക്ക് പറഞ്ഞ പല കാര്യങ്ങൾ, പല കേസുകൾ, ഒരു ട്രാൻസ്ജെൻഡർ പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞൊക്കെ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ശരിയല്ല എന്തായാലും. അതിപ്പോൾ ആരെ മാങ്കൂട്ടം എന്നുള്ളതല്ല, ആര് തന്നെയായാലും എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല ഒരാളെ. എനിക്ക് മാങ്കൂട്ടത്തിന് ന്യായീകരിക്കേണ്ട, അതിനെതിരെ എന്താ പറയുക രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കണവരെ എനിക്ക് ന്യായീകരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഒറ്റ കാര്യം എനിക്ക് നിർബന്ധമുള്ളത്, ഒന്ന് സ്ത്രീകൾ ഉപദ്രവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാലങ്ങളായിട്ട് സമരം ചെയ്ത് കൊണ്ടുവരുന്ന നിയമങ്ങളെ നയങ്ങളെയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉപയോഗിക്കുന്നത് ശരിയല്ല. ശരിക്കും ഇങ്ങനത്തെ ഈ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര നിയമങ്ങളും അല്ലെങ്കിൽ ഇത്ര അവകാശങ്ങൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കേസ്, ജെന്യുവൻ ആയിട്ട് ഒരു കേസ് വരുന്ന സമയത്ത് അപ്പോഴും സമൂഹം ഇങ്ങനെ നോക്കിക്കും. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വന്ന പോലെ തന്നെ ആയിരിക്കും, ഇത് ഇത്ര ജെന്യുവിനിറ്റി ഉണ്ടാവില്ല. ഈ സൂര്യനെല്ലി കേസൊക്കെ വന്ന സമയത്ത് ഒരുപാട് പ്രമുഖന്മാർ അതിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പ്രമുഖ മുഖങ്ങളെയൊന്നും പിന്നീട് പല ഇടങ്ങളിലേക്ക് പറയപ്പെടുകയോ അല്ലെങ്കിൽ ആ കേസുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് പിന്നീട് പുതിയ പല കേസുകളും നമ്മളിപ്പോൾ ഇങ്ങനെ സംശയമായിട്ടിരിക്കുക, ഇത് ജെന്യുവൻ ആണോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണോ? ആ ഒരു അതിൽ പറഞ്ഞ ആളുകളൊക്കെ തന്നെ അന്ന് ഒരു ചെറിയ ഇത്രയും സ്ത്രീ പ്രശ്നങ്ങളെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സമയത്തേക്ക് എത്തിയിട്ടില്ല. ആ കുട്ടി പറഞ്ഞവരുടെ പേര് തന്നെയാണ് അന്ന് നിലനിന്ന ആൾക്കാർ. ഈ പെൺകുട്ടീനെ അന്നും ഇവരെ എതിർത്ത് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. അതാണ് അല്ല, അത് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഞാൻ ആ കേസിൽ നേരിട്ട് ആ കുട്ടിയായിട്ട് ബന്ധപ്പെടുകയും അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുകയും ആ കേസിന് വേണ്ടിയിട്ട് എന്താ പറയുക പല കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. 97 ആണ്, 96-97 ആ സമയത്താണ് ഈ കേസ് വരുന്നത്. അന്ന് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീ സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കേരള സ്ത്രീ വേദി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലുണ്ടായിരുന്നു. അതിൽ ഞങ്ങളൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങൾക്കൊക്കെ ഒരു ഷോക്കായിരുന്നു. കാരണം ഈ എന്താ പറയുക, അന്ന് വരെ നമ്മൾ കേൾക്കാത്ത ഒരു സെക്സ് റാക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ വേറൊരാൾക്ക് കൈമാറി എന്നൊക്കെ പറയുന്നത് അന്ന് ഇപ്പോഴത്തെ ആളുകൾക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല, അല്ല വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് 29 വർഷം മുമ്പ് 30 വർഷം മുമ്പ് ഇത് വലിയ ഷോക്കായിരുന്നു ശരിക്കും സൂര്യനെല്ലി കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അവരുടെ വീടുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യാനും ലീഗൽ സപ്പോർട്ട് ചെയ്യാനും സാമൂഹികമായിട്ടും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പ്രവർത്തിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ കുട്ടിക്ക് തുടർന്ന് പഠിക്കാനും ഒക്കെ തന്നെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിൽ ആ കുട്ടി പറഞ്ഞ ആൾക്കാരുടെ പേര് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വേറെ ഒരാളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും രാഷ്ട്രീയ മുതലെടുപ്പ് അന്ന് ഈ വിഷയത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കൂടുതൽ വരുമ്പോഴത്തേക്കും സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് സ്വാഭാവികമാവുകയാണ് ചെയ്യുന്നത്, കുറേയല്ല ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാമതൊരു സൂര്യനെല്ലി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വീണ്ടും വിതുര അല്ലെങ്കിൽ കോതമംഗലം അതല്ലെങ്കിൽ ഇങ്ങനെ അത്തരം കേസുകളും ഒരു സ്ഥലത്ത് ഒരു സെക്സ് റാക്കറ്റിൽ പിടിച്ച് കോടതിയിൽ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിഞ്ഞു പോകുമ്പോൾ അപ്പുറത്ത് അതേ ആളുകൾ തന്നെ വീണ്ടും ഒരു റാക്കറ്റ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ ഈ സെക്സ് റാക്കറ്റ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് വന്നു. ഈ നിയമങ്ങൾ കുറച്ചുകൂടെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കേസുകൾ വരുന്നത് ഒരു പ്രധാന കാര്യം. കാരണം കോർട്ടിലെത്തുമ്പോൾ തന്നെ പല കേസുകളുടെയും ആ ഒരു ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുന്ന അല്ല, ഇതിൽ വേറൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ നിയമവും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. മോഷണം മിസ്യൂസ് ചെയ്യുന്നില്ലേ? തൻ്റെ മകളെ പ്രേമിച്ചുകൊണ്ട്, എനിക്കറിയുന്ന കേസാണ്, ഒരു പോലീസ് ഓഫീസറുടെ മകളെ പ്രേമിച്ചു ഒരു പയ്യൻ. അപ്പോൾ ഈ പയ്യനെതിരെ മോഷണ കേസ് ഇയാളെ ഇത് സിനിമ കഥയല്ല, റിയലായിട്ടാണ്. മോഷണ കേസ് ചുമത്തി ഇയാളെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ഉപദ്രവിച്ച കഥ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴൊന്നുമല്ല. അപ്പോൾ ഈ മോഷണത്തിനെതിരായിട്ടുള്ള നിയമം വേണ്ടാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മിസ്യൂസ് ചെയ്യപ്പെടുന്നല്ലേ, ഇപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇഷ്ടംപോലെ കേസുകളിലൊക്കെ തന്നെ എന്താ പറയുക, മോഷ്ടിക്കാത്ത ആൾക്കാരെ പ്രതി ചേർത്ത് അറിഞ്ഞും അറിയാതെയും പ്രതിയാക്കി
ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോഷണക്കുറ്റം വേണ്ടെന്ന് പക്ഷേ പറയുന്നത് രാഷ്ട്രീയത്തിലെ അതൊരു ഒരു രാഷ്ട്രീയത്തിലൊക്കെ രീതിയിൽ ഉണ്ടല്ലോ. തന്നെയല്ലേ? എന്നുവെച്ചാൽ ഒരു സ്ത്രീ സംബന്ധമായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖമുദ്ര കളയാൻ അല്ല, പറ്റും. അത് നമുക്കിപ്പോൾ അഴിമതി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ആർക്കും വിരോധമില്ല. ഉം. ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്ന, അവരുടെയൊക്കെ കിട്ടേണ്ട റൈറ്റ്സിനെ എടുക്കുന്ന, മോഷ്ടിക്കുന്ന, കളവ് നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ, അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് വിരോധമില്ല. പക്ഷെ ഒരു സ്ത്രീയെ നോക്കിയെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോഴത്തേക്ക് അവർ മോശമാക്കുന്നത് അത് നമ്മുടെ നോട്ടത്തിൻ്റെ പ്രശ്നം. ഉം. അതുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു ഇതാണ്. മാത്രമല്ല, ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ നിയമം ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നു. അതുപോലെ കാപ്പ അല്ലെങ്കിൽ ഇപ്പോൾ ഈ എന്താ പറയണേ, ചില മതക്കാർ അല്ലെങ്കിൽ ക്രിമിനലുകളെയൊക്കെ ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പല കരിനിയമങ്ങൾ, ഇതൊക്കെ തന്നെ മനുഷ്യരെ ക്രിമിനലാക്കി ജയിലിലിട്ട് ജാമ്യം പോലും കിട്ടാതെ ജയിലിലിടുന്നുണ്ട്. ഈ നിയമത്തിനെതിരെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം വരുമ്പോൾ ആളുകൾ അത് മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ മറ്റേതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ആർക്കും വേവലാതിയില്ല. അതെന്തുകൊണ്ടാണ്? ഇത് സംസാരിക്കുന്നത് പുരുഷൻ്റെ ശബ്ദത്തിലാണ്, പുരുഷൻ്റെ ഭാഷയിലാണ്, പുരുഷൻ്റെ മെൻറ്റാലിറ്റിയിലാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ നിയമം എന്താ പറയണേ വരുമ്പോഴത്തേക്കും, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമം വരുമ്പോഴത്തേക്കും അതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ബാക്കി നിയമങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത വിധത്തിലേക്ക് ആളുകൾ അഴിമതി ആരോപണം ചെയ്യാത്ത അഴിമതി എത്രയോ മന്ത്രിമാർക്കെതിരെ, എത്രയോ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അഴിമതി വിരോധന നിയമം വേണമെന്ന് ആരും പറയണില്ലല്ലോ. അഴിമതി ഒരു സ്ഥലത്ത് നടക്കണു. കറപ്ഷൻ ഫ്രീ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അല്ല, അതിനെതിരെ നിയമം വേണ്ടെന്ന് നമ്മൾ ആരും പറയണില്ലല്ലോ. പക്ഷെ ഇത് കറപ്ഷൻ നടത്തിയവരും ഫ്രീ ആയിട്ട് നടക്കണുണ്ട്, നടത്താത്ത ആൾക്കാരുടെ പുറത്ത് ആരോപണം വരുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കറപ്ഷനെതിരെ ഒരു നിയമം കൊണ്ടുവരണ്ട എന്നാരും പറയുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിനെതിരെ. സ്ത്രീകൾക്കുടെ ഇതിൽ തെറ്റായ രീതിയിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ട് അത് തെറ്റില്ലാത്ത വിധത്തിൽ ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ സ്ത്രീകളെ അനുകൂലിക്കുന്ന നിയമങ്ങൾ വേണ്ടെന്ന് പറയാൻ പറ്റൂല. അതങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാങ്കൂട്ടത്തലിൻ്റെ കേസിലായാലും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയായാലും കുറ്റമറ്റ രീതിയിൽ നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് അതിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, മോശമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസുകൾ വരാതെ നമുക്കൊരു അലിഗേഷൻ. അത് സ്ത്രീകളെ തുറന്നു, രണ്ട് കാര്യങ്ങളാണ്. സ്ത്രീകളെ തുറന്നു പറയാത്തത് എന്തുകൊണ്ടാന്നുള്ളതും കൂടി ഗവൺമെൻറ്റും പൊതുസമൂഹവും ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് അത് വന്ന് പറഞ്ഞ് അതിന് പരിഹാരം നേടാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഷയം വന്നപ്പോൾ പുള്ളിയുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു, നിയമപരമായി മുന്നോട്ട് പോയാൽ നിയമപരമായി തന്നെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ അലിഗേഷൻസിനെതിരെ നമുക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് കോർട്ടിൽ വരട്ടെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയെങ്കിലും ചെന്നാലല്ലേ നമുക്ക് കേസ് എടുത്ത് നിയമപരമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റേ ജനകീയ കോടതികളൊന്നും ഇല്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് ആ പാർട്ടി പറഞ്ഞത് ഓർക്കെ പറയാം, അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കാം. ഇത് കുറ്റം ചെയ്ത ആൾക്കാർക്ക് അയാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കാം. നമ്മളിത് രണ്ടിലും അല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വളരെ എന്താ പറയണേ, ഇയാൾ ചെയ്ത കുറ്റങ്ങളെ അത് തെളിയിപ്പിക്കപ്പെടുകയും അതിനെതിരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് വേറൊരാൾക്ക് ചെയ്യാൻ വളരെ ധൈര്യം ഉണ്ടാവും. അതാണ് എന്തിനാണ് ശിക്ഷിക്കുന്നത്, ആവർത്തിക്കപ്പെടാതിരിക്കാനാണ്. അല്ലാതെ അയാളെ മാങ്കൂട്ടത്തലിനോ അല്ലെങ്കിൽ ആരെങ്കിലോ ശിക്ഷിച്ചതുകൊണ്ട് ചെയ്ത കാര്യം ഇല്ലാണ്ടാവില്ല. ശിക്ഷിക്കുന്നത് എന്തിനാണ്? ആവർത്തിക്കപ്പെടാതിരിക്കാൻ. അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു വാണിംഗും കൂടിയാണ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇതിങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി നാളെ ആർക്കും ചെയ്യാമല്ലോ, മെസ്സേജുകൾ അയക്കാം, ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടിരിക്കാം. ചർച്ചയിൽ വരുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പാർട്ടിക്കാർ അങ്ങനെ ചെയ്തില്ലേ, മറിച്ച് നിൻ്റെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ 2 പേരെ കൊന്നില്ലേ, നിങ്ങൾ 3 പേരെ കൊന്നില്ലേ, ഇത്തരത്തിൽ വാഗ്വാദങ്ങൾക്ക് ഈ സാധനം അങ്ങോട്ട് പോകും. പക്ഷെ റിയലായിട്ട് ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഈ നിയമങ്ങളെ നടപ്പാക്കേണ്ടത്. ഇതിൻ്റെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, നോവ് അനുഭവിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിയമം നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത്തരം കേസുകൾ സ്റ്റേഷനിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ എത്താത്തൊരു കേസുകളെ സംബന്ധിച്ചിട്ട് നമുക്ക് അവരെടുത്ത് ഇപ്പോൾ പറയാനായിട്ട് പല ആൾക്കാരും പിൻവാങ്ങാൻ കാരണം ഒന്നാമത്തത് ഈ ജീവഭയം കൊണ്ടൊക്കെ തന്നെയായിരുന്നു. പലതരത്തിലുള്ള ഭീഷണികൾ, അപമാനങ്ങൾ, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പോയി പരാതി പറഞ്ഞതാണ് ഹേമ കമ്മിറ്റി.
ഒന്നുമില്ലാതെ പോയില്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ മൊഴി മാറ്റി പറയാണ് അവസാനം ചെയ്തത്. അല്ല, മൊഴി മാറ്റി പറയുകയല്ല ചെയ്തത്. അതിന് എന്താ പറയുക, എടുത്ത് ഇത് വെച്ചിട്ട് ഒരു നയം കൊണ്ടുവരാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് നിയമങ്ങളും മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൽ ആരോപണം ഉന്നയിച്ച ആളുകളെ വിളിക്കാനോ അന്വേഷിക്കാനോ അവർ തയ്യാറായില്ല. അതൊക്കെ മൂടി വയ്ക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട മറ്റു ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഈ എന്താ പറയണ, ഇത്തരം സിനിമാ രംഗങ്ങളിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ചൂഷണമുണ്ട്. സാമ്പത്തിക ചൂഷണമുണ്ട്, ശാരീരികമായിട്ടുള്ളതുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, തൊഴിൽപരമായ ചൂഷണങ്ങളുണ്ട്, തൊഴിൽ നിഷേധങ്ങളുണ്ട്. ഇതൊക്കെ മറികടക്കാനുള്ള ഒരു ഇതിലേക്ക് വരിക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവേണ്ട കാര്യം. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു.